ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഗോതമ്പ് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊറോട്ടയും അതേപോലെ തന്നെ വെജിറ്റബിൾ കടായിയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു ഐറ്റം ഡിന്നറായിട്ട് ഉണ്ടാക്കിയ സമയത്ത് കുറേ കമൻസിലുണ്ടായിരുന്നു ഇത് കാണിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോഴേ ഞാനിത് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അന്നത്തെ ആ വീഡിയോ തന്നെയാണ് അതിന്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ വേറെ തന്നെ സെപ്പറേറ്റ് മാറ്റിയത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റാണ് രണ്ടും. വെജിറ്റബിൾ കടായി ആണെങ്കിലും അതേപോലെ തന്നെ വീറ്റ് പൊറോട്ടയും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ആയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പൊറോട്ട നമ്മൾ ശരിക്കും മൈദ പൊറോട്ട കഴിക്കുന്ന പോലെ തന്നെയാണ്, അതിനെക്കാട്ടും ടേസ്റ്റാണെന്ന് പറയാം. അത്രയും സൂപ്പറായിട്ട് ലെയറൊക്കെ ആയിട്ട് വരും, അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പച്ചക്കറിൻ്റെ കറി എന്ന് പറയുന്നത് നോൺ വെജ് കറീനെ മാറ്റി നിർത്തുന്ന ഒരു അത്രയും ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് കിട്ടുക. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിപ്പോൾ ഈ വെജിറ്റബിൾ കടായിക്ക് വേണ്ടി എടുത്ത് വെച്ചത് 2 ഉരുളക്കിഴങ്ങ്, കുറച്ച് ബീൻസ്, ഒരു ക്യാരറ്റ്, ഒരു പകുതി ക്യാപ്സിക്കം. അപ്പോൾ അത് മൊത്തത്തിൽ ഞാനതൊന്ന് മുറിച്ച് കൊണ്ടുവന്നതാണ്. ഞാനിപ്പോൾ കാണിച്ച വെജിറ്റബിൾസ് ആണിത്. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള വലുപ്പത്തിലാക്കിയിട്ട് അത് 4ഉം മുറിച്ചെടുത്ത് കൊണ്ടുവന്നതാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ ഇനി വേണ്ടിയത് ഒരു മീഡിയം സൈസുള്ള ഉള്ളിയും അതേപോലെ തന്നെ ഒരു വലിയ സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തത്. ആ ഉള്ളി ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് എടുത്തതാണ്. അതേപോലെ തന്നെ തക്കാളി കുറച്ച് വലിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഈ പൊറോട്ടക്കുള്ള പൊടി ഒന്ന് കുഴച്ച് വെക്കണം. അപ്പം ഗോതമ്പ് പൊറോട്ട ആണ് എടുക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ആട്ടപ്പൊടി അല്ല, ഇത് ഞാൻ മില്ലിൽ നിന്ന് ഗോതമ്പ് പൊടിപ്പിച്ച് വാങ്ങിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ, 1.5 ടേബിൾ സ്പൂണ്. എന്നിട്ട് ഇതിന് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഇതിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ സാധാരണ നോർമൽ വെള്ളമാണ് കേട്ടോ, പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഭയങ്കര നമ്മൾ ചപ്പാത്തിക്ക് കുറച്ച് ലൂസായിട്ടല്ലേ കുഴക്കുക, അങ്ങനെ അത്ര ലൂസാവണ്ട, ഒത്തിരി ഹാർഡായിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. കാരണം ഇതിൽ കുറേ നമ്മൾ ഓയിലൊക്കെ ചേർത്ത് ഇങ്ങനെ പരത്താനുള്ളതുകൊണ്ട് അധികം ലൂസായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരത്തിയെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, ഇങ്ങനെ ഒട്ടിക്കളിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പാകം കാണിച്ചു തരാം. ഒരിത്തിരി ഹാർഡായിട്ടാണ്, എന്നാലും പൂരിൻ്റെ അത്ര ഹാർഡാക്കണ്ട, എന്നാലും ചപ്പാത്തിൻ്റെ അത്ര ലൂസും ആവണ്ട. രണ്ടിൻ്റെയും നടുക്ക് വരുന്ന രീതിയിൽ, ഈ ഒരു രീതിയിൽ കേട്ടോ. കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഈ ഒരു ഇതിലാണ് ഞാനിത് കുഴച്ചെടുത്തത്. ലൂസും അല്ല ടൈറ്റും അല്ല, രണ്ടും അല്ലാത്തൊരു നടുക്ക് വരുന്നൊരു പാകം. അപ്പോൾ അതവിടെ മൂടി വെക്കുക. ഇനിയിപ്പോൾ അടുത്ത പണി ഞാൻ കാണിച്ചു തരാം. ഇതിനിപ്പോൾ നമുക്ക് ഉരുളാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിനെക്കാട്ടിലും ഒരു ഇത്തിരി വലുപ്പത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഒരു പൊറോട്ടൻ്റെ വലുപ്പം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത്തിരി തടിയിലല്ല നമ്മൾ പൊറോട്ട പരത്തുകയും ചെയ്യുക. അപ്പോൾ ഒരു ചപ്പാത്തിനെക്കാട്ടിലും ഒരു ഇത്തിരിയും കൂടെ വലുപ്പത്തിൽ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇത് മൊത്തത്തിലൊന്ന് ഉരുട്ടി വെക്കുക. അപ്പോൾ ആദ്യം തന്നെ അങ്ങനെ മൊത്തം ഞാനിപ്പം ഫുള്ളായിട്ടൊന്ന് ഉരുട്ടി വെക്കുകയാണ്. അപ്പോൾ എളുപ്പമാണല്ലോ പണി. അപ്പോൾ ആ 3 കപ്പ് മാവിൻ്റെ ഉരുളകളാണിത്. ഇനിയിപ്പോൾ അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം വെജിറ്റബിൾ കടായിക്കുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകാണ്, മുഴുവനുള്ള കുരുമുളക്. 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് കടായി മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം തീയിലിട്ടിട്ട് ഇതിൻ്റെ നല്ലൊരു സ്മെല്ല് വരും, ചെറുതായിട്ടൊന്ന് കളർ മാറുകയും ചെയ്യും. അതുവരെയാണ് ഇതൊന്ന് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറന്ന് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലായിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇതിന് നമുക്ക് ഒരു മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ കൈ കൊണ്ട് തൊട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ചൂടായിട്ടുണ്ടാവും. ഇതാണ് പാകം കേട്ടോ. അപ്പോൾ ഇതിനെക്കാട്ടിലും കൂടുതൽ എരിവ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്ര ഇടുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് കടായി മസാല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ചിക്കൻ കടായി ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആ പൊടി നന്നായിട്ടൊന്ന് മസാല പൊടിയല്ല, അത് മുഴുവൻ ഒന്ന് പൊടിച്ച് കൊണ്ടുവന്നതാണിത്. ഇതൊരു കറിക്കുള്ളതേ ഉള്ളൂ കേട്ടോ, അത്രയും ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ആ സെയിം പാനിൽ 1 ടേബിൾ സ്പൂൺ കൂടെ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച വെജിറ്റബിൾസ് ആണിത്. ഇത് മൊത്തത്തിലൊന്ന് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് നല്ല ഒരു ഹാഫ് വേവാവണേരം. അപ്പോൾ ക്യാപ്സിക്കം ഞാൻ ഇട്ടുന്നില്ല, ക്യാപ്സിക്കം മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അതേപോലെ തന്നെ ബീൻസ്, ഈ 3 എണ്ണമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്നൊരു പകുതി വേവാവണേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതായത് ചെറുതായിട്ടൊന്ന് പകുതി വേവായിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു പകുതിയേ വന്നിട്ടുള്ളൂ. ഇതിന് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതേപോലെ തന്നെ ആ ക്യാപ്സിക്കത്തിൻ്റെ കൂടെ ഒരു ചെറിയ ഉള്ളി ഞാൻ വലിയ പീസാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നില്ല പ്ലേറ്റിൽ, അത് ഒരു ചെറിയ ഉള്ളിയാണ്. അത് വലിയ പീസായിട്ട് നമ്മൾ ഇതിനൊക്കെ എടുക്കൂലേ, നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതുപോലെയാണ് ഞാൻ എടുത്തത്. ഇതളായിട്ട് ഉള്ളിയും അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും.
അപ്പോൾ ആ ഉള്ളിയും ക്യാപ്സിക്കവും കൂടി ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് വാട്ടിയെടുക്കണം. അതിൻ്റെ കൂടെ ഇടണ്ടെന്ന് പറഞ്ഞത് ക്യാപ്സിക്കം ഉരുളക്കിഴങ്ങിന് കുറച്ച് വേവുണ്ടല്ലോ, അപ്പോൾ മറ്റേത് അതിൻ്റെ കൂടെ ഇടുന്ന സമയത്ത് അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ക്യാപ്സിക്കം ഉള്ളിയും ലാസ്റ്റ് വേറെ വാട്ടി കൊടുക്കുന്നത്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. നല്ല ഹൈ ഫ്ലെയിം ആക്കി വെക്കാം കേട്ടോ. ഇത് മറ്റേത് ഉരുളക്കിഴങ്ങ് പോലല്ല, ഇത് പെട്ടെന്നായി വരും. അപ്പോൾ അതായത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അത് ഞാൻ നമ്മൾക്കിനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് മൊത്തം അങ്ങനെ വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കാം. ഇനിയിപ്പോൾ ആ സെയിം പാൻ തന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കൂല കേട്ടോ, ഓയിൽ തന്നെയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ആ നല്ല ജീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടട്ടെ. അതൊന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഉള്ളിയല്ലേ, അതാണിത്. ചെറുതായിട്ട് മുറിച്ച് വെച്ച ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണിത്, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചത്. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ കാണിച്ച തക്കാളി ഇല്ല, അത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം ചേർക്കാണ്ട് അരച്ച് വെച്ചതാണ്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടട്ടെ, ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി നല്ല സോഫ്റ്റ് ആവണം. ഇപ്പോൾ ഇതാ ഈ ഒരു പാകത്തിലായിട്ടുണ്ട്. ഇങ്ങനെയാണ് ആവേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതുമാണ് ഇട്ട് കൊടുക്കുന്നത്. അര മതി കേട്ടോ, കുറച്ച് മതി. ഇനി അതും ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചച്ചോയ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 10 സെക്കൻഡൊക്കെ മതിയാവും കേട്ടോ. അപ്പോഴത്തേക്കന്നെ അത് നന്നായിട്ടൊന്ന് വാടി വന്നോളും. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഈ ഒരു പാകത്തിലാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ മതി മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതിലേക്ക് ഇനി വേറെ പൊടികളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടായി മസാല വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ച തക്കാളി ഇല്ല, ആ തക്കാളി ഞാൻ പറഞ്ഞില്ല വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള, അരച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ തക്കാളീൻ്റെ കൂടെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വരണം. അതേപോലെ തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വരണം. ഈ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണ തെളിയുന്ന ഒരു പാകമാവണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് മൂടി വെക്കണം. അതിൻ്റെ മുന്നേ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു കറിക്ക് വേണ്ടി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചാൽ മതി. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ചെറിയ സിമ്മിലാക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിലായി വരും. അപ്പോൾ അത് 5 മിനിറ്റിന് ശേഷമാണിത്. ഇപ്പോൾ ഇത് കണ്ടത് ഞാൻ കാണിച്ചറിയത്തെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിലായി വന്നാണ്. ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നാണ്. ഇതാണ് പാകം എന്ന് പറയുന്നത്. അതിപ്പോൾ കണ്ടില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പച്ചക്കറികളില്ല, അത് ഇട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആ ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസുമാണ്. അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് പകുതി വേവാണ് നമ്മൾ എണ്ണയിൽ വഴറ്റി വേവിച്ചത്. ഇനി ബാക്കി പകുതി വേവ് ഉണ്ടല്ലോ, അപ്പോൾ ആ ബാക്കി പകുതി വേവ് നമ്മൾ ഇനി വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തിളച്ച വെള്ളം, ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് അങ്ങനെ ഒരു കറക്റ്റ് അളവില്ല, നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ആ മിക്സിയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു വെജിറ്റബിൾസിൻ്റെ അതേ പാകത്തിലാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ അതാവണ നേരം കൊണ്ട് നമുക്കിനി പൊറോട്ടൻ്റെ പണി തുടങ്ങാം. അപ്പോൾ നേരത്തെ നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള ആ ഉരുളകളാണിത്. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകൾ എടുത്തിട്ട് ഇതൊന്ന് പൊടിയിട്ടിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പിൽ കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അത് നമ്മൾ അടുത്ത് തന്നെ എടുത്ത് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ഉരുട്ടിയിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തുക. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടി തന്നെയാണ് ഇതിൽ പരത്താൻ വേണ്ടി എടുത്തത് കേട്ടോ. മൈദ വേണമെങ്കിലും എടുക്കുക, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് മാക്സിമം നിങ്ങളെ കൊണ്ട് എത്ര നൈസാക്കി പരത്താൻ പറ്റുമോ അത്രയും നൈസാക്കിയിട്ട് പരത്തുക. ശ്രദ്ധിക്കുക, ഗോതമ്പ് പൊടിയാണ് മുറിഞ്ഞു പോകും, മൈദപ്പൊടിയല്ല. അപ്പം ഒരു പരിധി വരെ നമുക്കിത് നൈസാക്കി പരത്താൻ വേണ്ടി പറ്റുള്ളൂ, അതിൽ കൂടുതലാക്കാൻ പറ്റില്ല ഈ ഒരു രീതിയിൽ. അപ്പോൾ ഞാൻ നന്നായിട്ട് നൈസായിട്ട് പരത്തി വെച്ചതാണിത്. അപ്പോൾ ഞാനിതൊരു വലിയൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ പരത്തിയതിന് ശേഷമാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് ചെയ്യണമെങ്കിൽ ഓരോന്നായിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ പൊട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മൈദ ഒന്ന് ഇതിൻ്റെ മേലെ തൂവി കൊടുത്താണ്. ഇനിയിപ്പോൾ അടുത്ത ഉരുളി ഇതേപോലെ തന്നെ ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ മേലെ വെക്കുക. ഞാനിപ്പോൾ മൊത്തം പരത്തിയതിന് ശേഷമാണ് പൊറോട്ട ആക്കിയിട്ട് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അതിങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് അടിയിൽ മൈദ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫുള്ള് ഞാനവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് നമ്മളെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഞാൻ മൂടി വെച്ചിട്ട് ചെറിയ സിമ്മിൽ വേവിച്ചെടുത്തതാണത്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വെന്തണമെന്നുള്ള കാണിച്ചു തരാം. അത് കണ്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്, പാകത്തിലായി വന്നാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു ക്യാപ്സിക്കും ഉള്ളിയും ഇല്ല, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് വല്ലാണ്ടങ്ങ് വാടി അല്ലെങ്കിൽ വെന്തൊന്നും കുഴഞ്ഞൊന്നും പോകരുത്, അതുകൊണ്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ കടായി മസാലയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് ഇട്ടില്ല, കുറച്ചവിടെ വെച്ചിട്ടുണ്ട്. മതിയൊന്നുള്ള ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കാം. ഇതൊരു ടീസ്പൂൺ കസൂരി മേത്തി ഉണക്കി പൊടിച്ചതാണ്, നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ, അളവൊക്കെ സ്പീഡിലാണെങ്കിലും എഴുതി കാണിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ആ ഒരു പച്ചച്ചോയ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി, അപ്പോഴത്തേക്കെന്നെ നന്നായിട്ടൊന്ന് വാടിക്കോളൂ കേട്ടോ. തീ ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത്രയാണ് ഇതിൽ പൊടികൾ ആവശ്യമുള്ളൂ.
ഇനിയിപ്പോൾ അത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് ലേശം കുറവാണ്. അപ്പോൾ ലേശം കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഉപ്പിട്ടതാണ്, പക്ഷെ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ലേശം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഉപ്പും കൂടെ ഇട്ട് നന്നാക്കി കൊടുക്കും. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത സമയത്ത് ആ കടായി മസാലേൻ്റെ ടേസ്റ്റ് പോരാ. അപ്പോൾ ബാക്കി ഞാൻ ആ നേരത്തെ എടുത്ത് വെച്ചതില്ല, അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റാണ്, ഈ ഒരു അളവിലേക്ക് ഞാൻ കറക്റ്റാണ് അളവ് പറഞ്ഞത് കേട്ടോ. ആ പൊടി മുഴുവനായിട്ട് ഇതിൽ വേണ്ടി വന്നതാണ് കേട്ടോ, കറക്റ്റാണ്. അപ്പോൾ ആ പൊടി ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, പക്ഷേ എത്ര മതി ഇട്ടോ, 2 ടേബിൾ സ്പൂൺ മതി. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇതാണ് പാകം. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ തീരെ ഗ്രേവി ഇല്ല, എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടോ. അപ്പോൾ ഞാൻ ഒരു അരക്കപ്പം കൂടെ തിളച്ച വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഗ്രേവി ഇനി കുറഞ്ഞു പോയി എന്നാരും പറയണ്ട. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ച് കൊടുക്കട്ടെ. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ചിലപ്പം കൂടുതൽ ഗ്രേവി ഉള്ളതായിരിക്കും ഇഷ്ടം, ചിലപ്പം കുറവായിരിക്കും. അതപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടി അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അധികം ഗ്രേവി വേണ്ട, അങ്ങനെ ഒരു കുറുകിയതാണ് നമുക്കിഷ്ടം. അപ്പോൾ അതായത് പാകത്തിലായിന് കേട്ടോ. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യുക, നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ നമ്മളെ വെജിറ്റബിൾ കടായി ഇവിടെ റെഡി ആയിന്. ഇനി നമുക്ക് പൊറോട്ടൻ്റെ ബാക്കി പണി ചെയ്യാം കേട്ടോ. ഇതവിടെ മൂടി വെക്കാം. ഇനിയിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ ഞാനിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് എന്നുള്ള ആ ഫുള്ളാണത്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിങ്ങനെ മൊത്തത്തിൽ പരത്തി വെക്കണം എന്നില്ല, ഓരോന്ന് ചെയ്തിട്ട് ഓരോന്ന് അടുത്ത് വെച്ച് വേണമെങ്കിൽ ചെയ്യട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു പത്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ച എണ്ണയാണിത്. ഞാൻ പറഞ്ഞല്ലോ, സൺഫ്ലവർ ഓയിൽ തൊട്ടടുത്ത് തന്നെ എടുത്ത് വെക്കണം എന്നുള്ള. അപ്പോൾ ഓയിൽ ഇതിൽ നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കണം. 2 ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും. പിന്നെ പൊറോട്ട ആണ്, ഓയിൽ കുറയ്ക്കാൻ പറ്റില്ല. ഓയിൽ ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആവുന്ന രീതിയിൽ അറ്റത്തേക്കും എല്ലാം സ്പ്രെഡ് ചെയ്യുക കേട്ടോ. ഇത് നന്നായിട്ട് പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. അത് മൈദ അല്ലെങ്കിൽ ഗോതമ്പോ ഏതാ വേണ്ടിയെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കട്ടെ. ഞാനിപ്പോൾ മൈദപ്പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഒരു പിസ്സ കട്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കുക. കംപ്ലീറ്റ് അത് ഫുള്ളായിട്ട് ഇങ്ങനെ നീളത്തിൽ സ്ട്രിപ്സ് ആയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. കണ്ടില്ലേ, ഫുള്ളായിട്ട് ഇങ്ങനെ നീളത്തിൽ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ മടക്കി റോൾ ചെയ്ത് കൊണ്ടുവരിക. അത് മടങ്ങി പോകരുത്, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് തന്നെ അങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, അതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഇതിങ്ങനെ ലെയറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് 2 ഭാഗത്തുനിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് ആക്കിയെടുത്താണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാനിപ്പോൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ. അപ്പോൾ ഫുള്ള് ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ഇതിന് വലിച്ച് നീട്ടാനൊന്നും പോണ്ട. ഇതിങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു ചക്രം പോലെ ആക്കിയെടുക്കുക. ലാസ്റ്റ് വരുന്ന ഭാഗം ഇതിൻ്റെ അടിയിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ പൊറോട്ടൻ്റെ റോൾ ഇവിടെ റെഡി ആയിന്. ഇതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതുപോലെ മൊത്തം എല്ലാം ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എല്ലാം ഇതേപോലെ ആക്കിയെടുത്തതാണിത്, റോൾ ചെയ്ത് വെച്ചതാണിത്. ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഇനി പരത്തുന്ന സമയത്ത് പൊടിയൊന്നും ഇടണ്ട, ജസ്റ്റ് ഇങ്ങനെ പരത്തിയാൽ മതി. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി പൊടിയുണ്ട്, എണ്ണയുണ്ട്. അപ്പോൾ ഇനി ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ പൊറോട്ടയ്ക്ക് എത്രയാണ് പരത്തുക എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഭയങ്കര നൈസായിട്ടൊന്നും പരത്തൂല, ഒരിത്തിരി തടിയിലാണ് പൊറോട്ടയ്ക്ക് പരത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇത് പരത്തിയെടുത്തത്. ഇത്ര തടി വേണം കേട്ടോ, എന്നാലാണ് ലെയറായിട്ട് വരിക. ഇനിയിപ്പോൾ ഞാൻ തവ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ 3 എണ്ണം ഒന്നിച്ചിട്ടിട്ടാണ് ഇപ്പോൾ ചുട്ടെടുക്കുന്നത്. ഇത് അത്യാവശ്യം വലുപ്പത്തിലുള്ള പൊറോട്ടയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതാക്കി ചുടണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാൻ ഇത്തിരി വലുപ്പത്തിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മറിച്ചിടലിൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഓയിലാക്കി കൊടുക്കുക, എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 ഭാഗത്തും ഓയിലാക്കണം. ഞാൻ പിന്നെയും പറയുന്നത് പൊറോട്ട ആണല്ലോ, അപ്പോൾ കുറച്ച് ഓയിൽ വേണം, എന്നാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ടിത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ശരിക്കും ഈ ഒരു മെത്തേഡിൽ തന്നെ ഈ ഒരു അളവൊക്കെ ഫോളോ ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈദ പൊറോട്ടനെക്കാട്ടിലും ഇഷ്ടമാവും കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊറോട്ടയാണ് ഈ ഒരു വീറ്റ് പൊറോട്ട എന്ന് പറയുന്നത്. നമ്മൾ ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ വീറ്റ് പൊറോട്ട എന്ന് പറഞ്ഞ് വാങ്ങി കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു പൊറോട്ടൻ്റെ ടേസ്റ്റ് കിട്ടൂല. സാധാരണ ഒരു ചപ്പാത്തിൻ്റെ ചെറിയൊരു മാറ്റത്തിലാണ് വീറ്റ് പൊറോട്ട എന്ന് പറഞ്ഞിട്ടും തരിക. നമുക്കൊരു പൊറോട്ടൻ്റെ ലുക്കും ഉണ്ടാവില്ല, എന്നാൽ ആ പൊറോട്ട പോലെ തന്നെ ഒരു ലെയറായിട്ട് വരികയൊന്നും ചെയ്യൂല. വരുന്നവരുണ്ട് കേട്ടോ, അങ്ങനെ ഉള്ളവരുണ്ട്. ഇല്ല, അധികവും ഞാൻ പറയുന്നത്, ഞാൻ കണ്ടിടത്തോളം ഒരുവിധ സ്ഥലത്തൊന്നും അങ്ങനെ വീറ്റ് പൊറോട്ട ശരിയായിട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കി നോക്കി, ശരിയാവാത്തോലെ, ശരിയാവണോല് ഇത് ഫോളോ ചെയ്യണമെന്നില്ല, ശരിയാവാത്തോല് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. ഇതിപ്പോൾ കണ്ടാലിപ്പോൾ നിങ്ങൾ മൈദ പൊറോട്ട അല്ല എന്ന് പറയുമോ. അപ്പോൾ അത്രയും ആ ഒരു ലുക്ക് തന്നെയാണ് ഇത് വരികയും ചെയ്യുക. അപ്പോൾ അത് ചൂടോടുകൂടി ഞാൻ ആ ഫസ്റ്റത്തെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട്, ഭയങ്കരമായിട്ട് നിങ്ങൾ തട്ടി അടിച്ചൊന്നും കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കന്നെ ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് അത് പൊടിഞ്ഞ് വരും. അപ്പോൾ അതുകൊണ്ട് അധികം അമർത്തി അടിക്കാൻ നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് 2 3 ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇത് ലെയറായിട്ട് വരും. അപ്പോൾ അത് കണ്ടോ,
അപ്പോൾ ചെറുതായിട്ടൊന്ന് മുട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇതിങ്ങനെ ലെയറായിട്ട് വരും. അപ്പോൾ അത് ചൂടോടുകൂടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ചൂടാറിയാലും ഒരു പ്രശ്നവുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, സൂപ്പർ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി വീറ്റ് പൊറോട്ട ആണിത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ളത് ഫുള്ളും ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിനി കാസറോളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ വീറ്റ് പൊറോട്ട ആയതുകൊണ്ട് കാസറോളിലേക്ക് ഇട്ടാലും ഇത് ഒന്നും ആവില്ല. മൈദ പൊറോട്ട ആണെങ്കിൽ കാസറോളിൽ വെക്കാത്തതാണ് നല്ലത് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ആ മൈദൻ്റെ ആ ഒരു ലെയറൊക്കെ പോയി പോകും കാസറോളിൽ ഇടുന്ന സമയത്ത്. വീറ്റ് ആയതുകൊണ്ട് പ്രശ്നമില്ല, ഞാനിപ്പോൾ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ വെജിറ്റബിൾ കടായി ഒന്ന് വിളമ്പാണ് ഞാൻ. അത് വേറൊരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. എന്താ പറയുക, അടിപൊളിയാണ്. നമ്മൾ എപ്പോഴും ചിക്കനൊക്കെ കഴിക്കുന്ന സമയത്ത് ആ ഒരു ഒന്ന് മാറ്റം വരുത്താനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ചിക്കൻ കറീനെക്കാട്ടിലൊക്കെ ടേസ്റ്റുമാണ് കേട്ടോ. ഇത് കഴിക്കുന്ന സമയത്ത് ശരിക്കും നമുക്കൊരു വെജിറ്റബിൾ കറിയാണ് കഴിക്കണമെന്നൊന്നും തോന്നൂല. അത്രയും നോൺ വെജിൻ്റെ ടേസ്റ്റിലുള്ളൊരു കറിയാണിത്. അപ്പോൾ അതാ പൊറോട്ടയും ഞാൻ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കുകയാണ്. പൊറോട്ട കണ്ടില്ല, സൂപ്പർ പൊറോട്ട ആണ്. അതുപോലെ തന്നെ ശരിക്കും നമ്മളൊരു മൈദ പൊറോട്ടൻ്റെ അതേ ലുക്കും അതേ ടേസ്റ്റിലൊക്കെ കിട്ടും. എന്നാൽ എന്താ പറയുക, മൈദനെക്കാട്ടിലും നല്ലതാണല്ലോ ഗോതമ്പ് പൊടി ആയതുകൊണ്ട്. ഇത് നിങ്ങൾക്ക് ആട്ടപ്പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഗോതമ്പ് പൊടി തന്നെ വേണമെന്നില്ല, ആട്ടപ്പൊടി വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ സംശയം ഉണ്ടാവും ഗോതമ്പ് പൊടി ആട്ടപ്പൊടി ഒന്നല്ലേ എന്നുള്ളത്. ഒന്നല്ല കേട്ടോ. ആട്ടപ്പൊടി കുറച്ചും കൂടെ മൈദൻ്റെ സ്റ്റാർച്ച് കൂടുതലുള്ളതാണ് ആട്ടപ്പൊടി എന്ന് പറയുന്നത്. ഗോതമ്പ് പൊടി അങ്ങനല്ല. വെജിറ്റബിൾ കടായി. ഈ ജെൽ ഫ്രൈസിലൊക്കെ പോലത്തെ സാധനം ഏകദേശം വെരി സോഫ്റ്റ് ആണ്. അപ്പോൾ ഇന്ന് കാണിച്ച പൊറോട്ടയും വെജിറ്റബിൾ കടായിയൊക്കെ ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങളെ ലൈക്കും വിലയേറിയ കമൻസും താഴെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.